ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനും അമ്മയും കൂടെ പള്ളിക്കുന്ന് പെരുന്നാളിന് പോവാണ്. അനിയത്തി വരുന്നില്ല, അവൾ ജിമ്മൊക്കെ കഴിഞ്ഞ് വന്ന് ടയേർഡായിരിക്കുകയാണ്. അച്ഛൻ വേറെ എന്തൊക്കെയോ പരിപാടി ഉള്ളതുകൊണ്ട് അച്ഛനും വരണില്ല. അപ്പോൾ ഞാനും അമ്മയും കൂടിയാണ് പോണത്. അമ്മ ഇതാ പോവാനൊക്കെ വേണ്ടി റെഡിയാവുകയാണ്. അപ്പോൾ നമ്മൾ പള്ളിക്കുന്നിലേക്ക്. സ്കൂട്ടിയിലാണ് ഞങ്ങൾ പോണത്. ഇന്ന് പ്രധാനപ്പെട്ടൊരു ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ സ്കൂട്ടി ആകുമ്പോൾ സൗകര്യമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ സ്കൂട്ടി എടുത്താണ് പോണത്. പള്ളിക്കുന്ന് പെരുന്നാൾ എന്ന് പറഞ്ഞാൽ വയനാട്ടുകാർക്ക് അതൊരു വികാരമാണ്. ജാതിയോ മതമോ അങ്ങനെ ഒന്നിൻ്റെയും വേർതിരിവില്ലാതെ എല്ലാവരും പോയി പങ്കെടുക്കുന്ന, അടിച്ചു പൊളിക്കുന്ന, ആസ്വദിക്കുന്ന ഒരു ഉത്സവം പോലെയാണ് പള്ളിക്കുന്ന് പെരുന്നാളെന്ന് പറയുന്നത്. അപ്പം ഞങ്ങളിത് അവിടെ എത്തി. നല്ല തിരക്കായിരുന്നു. പോണ വഴികളിലൊക്കെ ഒരുപാട് കച്ചവടങ്ങളും കളിപ്പാട്ടങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു ഓർമ്മ വെച്ച കാലം തൊട്ടേ ഞങ്ങൾ എല്ലാ വർഷവും പള്ളിക്കുന്ന് പെരുന്നാളിൽ വരാറുണ്ട്. അപ്പം ഞാനും അമ്മയും കൂടെ ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് ഓരോ സാധനങ്ങളൊക്കെ നോക്കി ഇങ്ങനെ നടക്കുവാണ്. അപ്പോഴാണ് എഴുന്നള്ളത്ത് കറക്റ്റ് സമയത്ത്, ഞങ്ങൾ പോയ സമയത്തായിരുന്നു എഴുന്നള്ളത്ത് വരുന്നുണ്ടായിരുന്നത്. എഴുന്നള്ളത്തിൻ്റെ സമയം എന്നൊക്കെ പറഞ്ഞാൽ അവിടെ നല്ല ജനങ്ങളായിരിക്കും. പല ഭാഗത്തു നിന്നുമുള്ള ആൾക്കാർ വരുന്ന ദിവസമാണ്. അതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു. പള്ളിയും പരിസരങ്ങളും അതുപോലെ തന്നെ മാതാവിനെ കൊണ്ടുപോകുന്നതൊക്കെ നല്ല ഫ്ലവേഴ്സൊക്കെ വെച്ച് നല്ല രീതിയിൽ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. ഞാനിങ്ങനെ വിചാരിക്കുകയായിരുന്നു, നമ്മൾ ഓരോ പ്രായം കഴിയുന്നതിനനുസരിച്ച് നമുക്ക് ഇഷ്ടപ്പെടുന്ന സാധനങ്ങളുടെ ചോയ്സസും മാറിക്കൊണ്ടിരിക്കുന്നു. പണ്ട് വള, അല്ലെങ്കിൽ സ്കെയില്, പെൻസില്, നല്ല ഭംഗിയുള്ള പെന്നുകളൊക്കെ, അതിനോടൊക്കെയായിരുന്നു ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പം നമ്മൾ കുറച്ച് വലുതായി കഴിയുന്ന സമയത്ത് നമുക്ക് വേണ്ട സാധനങ്ങളും നമുക്ക് ഇഷ്ടപ്പെടുന്ന സാധനങ്ങളുടെയും ടേസ്റ്റും മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ ഞാൻ 2 ക്യാപ്പ് എടുത്തു. 150 രൂപയായിരുന്നു ഒന്നിന് റേറ്റ് വരുന്നത്. നല്ല ഒരു രസമുള്ള ക്യൂട്ട് ക്യാപ്പുകളായിരുന്നു. അപ്പോൾ അത് 2 എടുത്തു. അങ്ങനെ ഞാനും അമ്മയും കൂടി ഇങ്ങനെ എഴുന്നള്ളത്തൊക്കെ കണ്ട് സാധനങ്ങളൊക്കെ വാങ്ങി. ഏതെടുത്താലും 10 എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല കടകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കയറി നോക്കുമ്പോൾ എല്ലാം നല്ല കുഞ്ഞി മക്കൾക്കൊക്കെ പറ്റുന്ന ക്യൂട്ട് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അമ്മ അടുക്കളയിലേക്ക് വേണ്ട കുറച്ച് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന അച്ചുകളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ നോക്കുമായിരുന്നു. അതുപോലെ അവിടെ മത്സരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ജൈൻറ്റ് വീലും അതുപോലെ തന്നെ തോണിയും മരണക്കിണറും അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അമ്മയ്ക്ക് പൊതുവേ ചെടീനോട് കുറച്ച് താല്പര്യം കൂടുതലായതുകൊണ്ട് തന്നെ ചെടിയുടെ ഏരിയയിലേക്കൊക്കെ നമ്മൾ പോയി കുറച്ച് പ്ലാന്റ്സൊക്കെ വാങ്ങി. പിന്നെ പല കളേഴ്സിലുള്ള ഡിഫറെൻറ്റ് പപ്പടം കണ്ടപ്പം അമ്മ അവിടെ ഒന്ന് സ്റ്റക്കായിട്ട് അതിനെക്കുറിച്ചൊക്കെ ചോദിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. പഴയകാല മുട്ടായികൾ കണ്ടപ്പം നല്ല നൊസ്റ്റു അടിച്ച്. ഡിഫറെൻറ്റ് ടൈപ്സ് മുട്ടായി. പണ്ടൊക്കെ ബസ്സിന് പോകുന്ന സമയത്ത് ST പൈസ തരുന്ന സമയത്ത് അതുകൊണ്ട് മുട്ടായിയും വാങ്ങി ബസ് കയറാതെ നടന്നു വരുന്നൊരു കാലമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ കണ്ടപ്പം ഓർത്തു. പിന്നെ ഈ മാല കണ്ടോ, ഇത് നല്ല അഫോർഡബിളായി തോന്നി. 50 രൂപയുണ്ടായിരുന്നുള്ളൂ ഒരു മാലയ്ക്ക്. നല്ല സാരിയുടെയൊക്കെ കൂടെ പെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും തോന്നിയിട്ട് അത് മേടിച്ചു. ശരിക്കും പറഞ്ഞാൽ എത്ര വേഗമല്ലേ ദിവസങ്ങളൊക്കെ കഴിഞ്ഞു പോണത്. കഴിഞ്ഞ പള്ളിപ്പെരുന്നാളിന് പോയത് ഇന്നലെ കഴിഞ്ഞ പോലെയാണ് തോന്നുന്നത്. ഇപ്പോൾ ഇതാ ഇക്കൊല്ലത്തെ പള്ളിപ്പെരുന്നാളും കഴിഞ്ഞു. ഇനി അടുത്ത കൊല്ലം വരെ ഇതിൻ്റെ ഓർമ്മകൾ. അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.